വയനാട് നെല്ലിയമ്പം ഇരട്ടക്കൊലക്കേസിലെ പ്രതി അർജുന് വധശിക്ഷ. കൽപ്പറ്റ ജില്ലാ സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിച്ചത്. 2021 ജൂണിലായിരുന്നു കൊലപാതകം. നെല്ലിയമ്പം സ്വദേശികളായ കേശവൻ, ഭാര്യ പത്മാവതി എന്നിവരാണ് കൊല്ലപ്പെട്ടത്. സുർജിത്ത് അയ്യപ്പത്ത് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. സുർജിത്ത്, എന്താണ് ശിക്ഷയുടെ വിശദാംശങ്ങൾ? പ്രതിക്ക് വധശിക്ഷയാണ് വിധിച്ചിരിക്കുന്നത്. ഈ കേസ് കഴിഞ്ഞ 24-നാണ് പ്രതി അർജുൻ കുറ്റക്കാരനെന്ന് കണ്ടെത്തിയത്. 2021 ജൂൺ 10-ന് രാത്രി 8:30-യോടെയാണ് നെല്ലിയമ്പത്ത് ഇരട്ടക്കൊലപാതകം ഉണ്ടായത്. പത്മാലയത്തിൽ കേശവൻ, ഭാര്യ പത്മാവതി എന്നിവരാണെന്ന് കൊല്ലപ്പെട്ടിരുന്നത്. ഈ വെട്ടേറ്റ കേശവൻ സംഭവ സ്ഥലത്ത് വെച്ചും ഭാര്യ പത്മാവതി വയനാട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുകയുമാണ് മണിക്കൂറുകൾക്കകം മരിച്ചത്. 3 മാസത്തിന് ശേഷം സെപ്റ്റംബർ 17-നാണ് ഈ പ്രതിയായ അർജുനെ അറസ്റ്റ് ചെയ്യുന്നത്. ഇയാൾ അയൽവാസിയാണ്. നെല്ലിയമ്പം കായക്കുന്ന് കുറുമ കോളനി സ്വദേശിയാണ്. ഈ മോഷണ ശ്രമമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തിയത്. അന്നത്തെ മാനന്തവാടി ഡിവൈഎസ്പി ആയിരുന്ന AP ചന്ദ്രന്റെ നേതൃത്വത്തിൽ 41 അംഗ അന്വേഷണ സംഘം രൂപീകരിച്ചാണ് കേസ് അന്വേഷണം നടത്തിയത്. പ്രദേശവാസികളടക്കം നിരവധി പേരെ ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്തു. ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് അർജുനിലേക്ക് എത്തിയത്. ഈ കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ 75 സാക്ഷികളെ വിസ്തരിച്ചു. നാട്ടുകാരടക്കമുണ്ട് ഈ സാക്ഷി പട്ടികയിൽ. 179 രേഖകൾ പ്രോസിക്യൂഷൻ ഹാജരാക്കി. 39 തൊണ്ടിമുതലുകളും പ്രോസിക്യൂഷന് ഹാജരാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഡിസംബർ 20-നാണ് ഈ കേസിന്റെ വിചാരണ പൂർത്തിയായത്. ഫെബ്രുവരി 16-ന് വാദം തുടങ്ങി. ഈ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് C സണ്ണിപ്പോളും അഡ്വക്കേറ്റ് PM സുമേഷും ഉൾപ്പെടെയുള്ളവരാണ് പ്രോസിക്യൂഷന് വേണ്ടി ഹാജരായത്. നിലവിൽ വധശിക്ഷയാണ് വിധിച്ചിരിക്കുന്നത് കോടതി. മാത്രമല്ല, വിവിധ ഭവനവേതനം അടക്കമുള്ള വകുപ്പുകൾ ചുമത്തി തടവ് ശിക്ഷയും വിധിച്ചിട്ടുണ്ട്. വേണു. ശരി, സുർജിത്ത് അയ്യപ്പത്താണ് വയനാട്ടിൽ നിന്നും വിവരങ്ങൾ നൽകി.